ഒരു നിമിഷം നിൽക്കൂ. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ സരിഗയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം. കീബോർഡ്, വയലിൻ, ഗിറ്റാറ്, വായ്പ്പാട്ട് എന്നിവ ഉത്തരവാദിത്വത്തോടു കൂടി പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. പ്രായം ഒരു പ്രശ്നമേ അല്ല. നിങ്ങളുടെ സൗകര്യാർത്ഥം ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ ഫോൺ നമ്പർ 860 630 74 51. മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട്, 75 10 520 887. ഇപ്പോൾ വിളിക്കാൻ മറക്കല്ലേ. നമസ്കാരം, ഞാൻ നിങ്ങളോടൊപ്പം ഇരമത്തൂർ സുരേഷ് സരിക. ഇന്ന് നമ്മൾ പൂവേ പുലി പൂവേ എന്നുള്ള ഒരു ഓണപ്പാട്ടാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ പല്ലവിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ വളരെ നല്ല ഹൃദ്യമായിട്ടുള്ള ഒരു ഗാനമാണ്. ഈ പാട്ട് നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്ന ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു. എനിക്ക് ഒരു മാസത്തിന് മുമ്പാണ് അങ്ങോട്ട് ചോദിച്ചിരുന്നു അദ്ദേഹം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പാട്ടൊന്ന് നോക്കാം. ഇത് ഈ 3 ഘട്ട ശ്രുതിയിലാണ് പാട്ട് പോകുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ഒന്നാമത്തെ ലൈൻ പോകുന്നു പറനിറയെ. നമുക്ക് നോക്കാം. സ രി ഗ രി മ, സ രി ഗ രി മ. ചെറിയ ഗായാണ്, സാധാരണ ഗാന്ധാരം. പറനിറയെ സരി ഗ രി മ, ഗരി സാസ പൊന്നളക്കും. ഇത് നമുക്ക് ചേർത്ത് വായിച്ച് നോക്കാം. പൊന്നളക്കും. ഓക്കെ. പൗർണമിരാവായി നീനിപ്പ, നീയും പായും അന്തരസ്ഥായില്ലേ. പൗർണമി പാസ നീനി പാസ. അപ്പോൾ നമുക്കിത് ചേർത്ത് വായിച്ചാൽ പൊന്നളക്കും പൗർണമി രാവായി. സ്വരം എന്നൊക്കെ സരി ഗരി മഗരി സാസ നീനി പാസ. മനസ്സിലായല്ലോ. നീ ഫിംഗർ നോക്കിയാട്ടെ. ഓർഡറിൽ തന്നെ നമുക്ക് വായിക്കാം. തള്ളവിരൽ സായില്, രീല് ചൂണ്ടുവിരൽ, അതിൽ നടുവിരൽ, മായിൽ വരും മോതിരവിരൽ. കേട്ടോ. ഈ നടുവിരൽ ഗായില്, ചൂണ്ടുവിരൽ രീല്, തള്ളവിരൽ സായില്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത്രയും വായിക്കാം. പിന്നെ വന്നിട്ട് നിങ്ങളുടെ നടുവരല് ഈ മന്ത്രസ്ഥായിലെ നീ വന്നു. തള്ളവരലുകൊണ്ട് പായില് പായില് തള്ളവരല്, ഈ സായില് മോതിരവരലും വരും. കേട്ടോ. മനസ്സിലായല്ലേ ഫിംഗറിങ്. ഇനി നമ്മൾ ഈ ലൈൻ തന്നെ, ഈ നൊട്ടേഷൻ തന്നെയാണ് അടുത്ത ലൈനും വരുന്നത്. അവിടെ ലിറിക്സ് പറയാനേ ഉള്ളൂ. അത് വരുന്നത് ഇത് തന്നെ. സരിഗരി മഗരി സാസ നീനി പപാസ പടിഞ്ഞാറ് പാടം അഴകിൻ പാൽ കടല. സെയിം നോട്ട് തന്നെ.
പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറ് പൂപ്പാടം അഴകിൻ പാൽക്കടല. മനസ്സിലായല്ലോ? വ്യക്തമായിട്ട് മനസ്സിലായല്ലോ? ഞാൻ നോട്ട് കൃത്യതയോടെ ഞാൻ പറയുന്നില്ല എന്നൊക്കെ ചില മെസ്സേജുകൾ ചില ആൾക്കാർ ഇങ്ങനെ കണ്ടിട്ട് പറയുന്നു. ഞാനെപ്പോഴും ഈ പഠിപ്പിക്കുന്നത് എനിക്ക് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ, ഞാൻ ഏറ്റവും അറിയാത്തവർ, കാരണം കീബോർഡിനെ കുറിച്ച് ഒന്നും അറിയില്ല, അവരൊക്കെ പക്ഷെ കീബോർഡ് വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവർ ശാസ്ത്രീയമായിട്ടൊക്കെ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് വായിക്കണം, ഒരു പാട്ട് വായിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നോക്കിയിട്ട് വേണമെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ എൻ്റെ ഫിംഗർ പോകുന്നതും അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ സ്വരങ്ങളും ഒക്കെ കൃത്യമായിട്ട് അവർ എഴുതിയെടുത്ത് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാട്ട് പഠിക്കും. നമ്മളൊരു പാട്ട് ഓടി ഇങ്ങോട്ട് വന്നിട്ട് കണ്ടിട്ട് ഇനി ഇപ്പം തന്നെ പഠിക്കണമെന്നുള്ള മനോഭാവത്തോടെ വന്നു കഴിഞ്ഞാൽ പാട്ട് പഠിക്കാൻ പറ്റില്ല. പല തവണ ഇത് റിവൈൻഡ് ചെയ്ത് കാണും. സംഗീതം ഒരിക്കലും നമുക്ക് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ തീർത്ത് കളയാം, അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തിനകത്ത് തീർക്കാം എന്നുള്ള ആ ഒരു ഇതോട് കൂടി നമ്മൾ ചെയ്താൽ നമുക്ക് കിട്ടത്തില്ല. വളരെ ക്ഷമയോട് കൂടിയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ. എന്നിട്ട് ഞാൻ അതുകൊണ്ടാണ് വളരെ സ്ലോയിലെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പം അറിയാവുന്നവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് തോന്നും ഇദ്ദേഹം എന്തിനാ ഇത്രയും കിടന്ന് പാടുപെടുന്നു. അത് തീരെ അറിയാത്ത ആൾക്കാരുണ്ടല്ലോ, തീരെ അറിയാത്ത, പക്ഷെ വായിക്കണം. ഒത്തിരി ആൾക്കാരുടെ ഫോൺ കോളുകൾ എനിക്ക് വരുന്നുണ്ട്. ചിലർക്ക് ഒരു 10-20 പേരോളം ഈ ചാനൽ കണ്ടിട്ട് സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാരുടെ അടുക്കൽ ഇപ്പോൾ മ്യൂസിക് പഠിക്കുന്നുണ്ട്. ഇതിനോടുള്ള ആ ഒരു പാഷനാണ്, ഒരു താല്പര്യമാണ്, അവർക്ക് പഠിക്കണം. ആദ്യമൊക്കെ അവർ വന്നപ്പോൾ വിരലുകൾ വഴങ്ങുന്നില്ല. എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും വെസ്റ്റേണാണ് ഇഷ്ടം. അവർ വന്ന് ഇടത് കൈയിൽ കോഡ് പിടിക്കുന്നൊന്നും വഴങ്ങത്തില്ല സാറേ, നടക്കത്തില്ല എന്നൊക്കെ അവർ ആദ്യം എന്നോട് പറഞ്ഞത്. പക്ഷേ ഇന്നൊക്കെ അവരുടെ വായനകളൊക്കെ ഒരു റൈറ്റ് ഹാൻഡിൽ മെലഡിയൊക്കെ വായിച്ചുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡിൽ എക്സസൈസുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. നടക്കത്തില്ലെന്ന് അവരുടെ മനസ്സിൽ അവർ കരുതിയിരുന്ന ഒരു കാര്യം വളരെ ഞാൻ ഒരാളോട് ഇവിടെ ചോദിച്ചു, ഇപ്പോഴ് സാർ വളരെ നന്നായിട്ട് ഇത് ലെഫ്റ്റ് ഹാൻഡൊക്കെ ഇത് ചെയ്യുന്നുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞു. അന്ന് ആ സാറ് തന്ന പ്രോത്സാഹനമാണ് എനിക്ക് കൂടുതലും ഇതിനകത്തേക്ക് എന്നെ തൽപരനാക്കിയതും. ഞാൻ പറയുന്ന ആ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ആ രീതിയിൽ അവർ നീങ്ങിയത് കൊണ്ടാണ് അവർക്ക് ആ വിജയം കൈവരിക്കാൻ കഴിയുന്നത്. ഇനിയും കൂടുതൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ തരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ആർട്ടിസ്റ്റായിട്ട് തന്നെ ഒരു 2-3 വർഷത്തിനകത്ത് കീബോർഡ് അവർക്ക് വായിക്കാൻ സാധിക്കും. സ്വന്തമായിട്ട് തന്നെ അവർക്ക് വായിക്കാൻ കഴിയും, ആരുടെയും സഹായമില്ലാതെ. ഏത് പാട്ടും പറയുന്ന പാട്ട് അവർ വായിക്കും. ആ ഒരു ലെവലിലേക്ക് അവർക്ക് വരാൻ പറ്റും. പക്ഷേ പറയുന്ന പോലെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുകയും അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുകയും ചെയ്താൽ നിശ്ചയമായും വിജയം സുനിശ്ചിതമാണ്. പറ്റത്തില്ല, എന്നെക്കൊണ്ട് നടക്കത്തില്ലെന്ന് ചിന്തിച്ച് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ആ ചിന്താഗതി മാറ്റിയിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാകുക. തീർച്ചയായും നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്, 100%. ഓക്കെ, അപ്പം നമുക്കൊന്നുകൂടെ ഈ പാട്ട് നോക്കാം. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി. സെയിം നോട്ട് തന്നെ അടുത്ത് വരുന്നു. പടിഞ്ഞാറ് പൂപ്പാടം അഴകിൻ പാൽക്കടല. മലയിൽ നമുക്ക് തുഴയാനം വിളിത്തോണി. അത് വന്നിട്ട് മമ്മ മമ്മ പപ്പ മായുടെ വെള്ള തള്ളവരിൽ തള്ളവരിൽ മായലായിരിക്കും കേട്ടോ. മുരയിടുമലയിൽ മമ്മ മമ്മ പപ്പ മമ്മ പാപ്പ നമുക്ക് തുഴയാം. മനസ്സിലായല്ലോ? അമ്പിളിത്തോണി, അമ്പിളിത്തോണി, മാപ്പനി ചെറിയ നീ. നീ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നടുവരല നീ വരണ്ട്. മാപനി ധനി ധനി മാപനി ധനി ധനി പാ. ഈ ധനി ധനി എന്നുള്ള വേഗത്തിൽ വായിക്കണേ. മാപനി ധനി ധനി പാ അമ്പിളിത്തോണി ചേർത്ത് വായിക്കുമ്പോൾ
മുരയിടുമലയിൽ നമുക്കു തുഴയാനം തോണി. മനസ്സിലായല്ലോ. ഇനി അടുത്തത് തുഴഞ്ഞു ചെന്നാൽ പപ്പാ സസാസനി. പപ്പാ സസാസനി വലിയ സാണേ. എൻ്റെ ഫിംഗർ പായിലാണ് ഇരിക്കുന്നത്. സാ വായിച്ച മൂന്നര വിരലുണ്ട് കേട്ടോ. നീ വായിച്ചത് നടുവിരലുണ്ട്. പപ്പാ സസാസനി. ni papa sa 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 ni papa papa sa 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 ni papa 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 sa 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 ni papa തുഴഞ്ഞു ചെന്നാൽ നമുക്ക് തൊഴുവാൻ. അതാണ് മനസ്സിലായല്ലോ. തുമ്പപ്പൂങ്കാവ് അത് വരുമ്പം രീക നമ്മൾ നേരത്തെ ചെറിയ കായായിരുന്നു ഉപയോഗിച്ചത്. പക്ഷെ ഇവിടെ വരുമ്പം വലിയ ഗാന്ധാരം ഉപയോഗിക്കണം. തുമ്പപ്പൂങ്കാവ് അവിടെ ചെറിയ കായ വരുന്നത്. തുമ്പപ്പൂങ്കാവ് അത് നമുക്ക് അവിടെ രീ ഗ നടുവരല് മ മൂലവരല് പ രീ ഗ മ പ മ നടുവരല് ചൂണ്ടുവരല് തള്ളവരല്. അപ്പം മുരയിടുമലയിൽ നമുക്കു തുഴയാനം തോണി. തുഴഞ്ഞു ചെന്നാൽ നമുക്കു തുഴയാൻ തുമ്പപ്പൂങ്കാവ്. മനസ്സിലായോ അത്രേ. ഇനി അടുത്തത് പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂ. അത് വരുന്നത് സാപ്പ സാപ്പ പമ പൂവേ പൊലി സാ സാപ്പ പമ പൂവേ പൊലി മാ പാപ്പമ പൂവേ പൊലി. അത് കഴിഞ്ഞിട്ട് തള്ളവരിൽ പായിൽ കൊണ്ടുവരണം. പൂവേ പൊലി പൂ. രണ്ടും കൂടെ ലിങ്ക് ചെയ്ത് വായിക്കുമ്പോൾ പൂവേ പൊലി പൂവേ പൊലി പൂ പൂവേ പൊലി പൂ. രണ്ട് പ്രാവശ്യം വായിക്കണം. ഒന്നുകൂടെ വായിക്കാം. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂ. ഒന്നുകൂടെ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂ. ഇത്രയും വായിച്ചിട്ട് നമ്മൾ ആദ്യം വായിച്ചത് എന്താണ്? പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറ് പൂപ്പാടം അഴകിൻ പാൽക്കടല. ഇത്രയും കൊണ്ട് പല്ലവി തീരുകയാണ് കേട്ടോ. നമുക്ക് പിന്നെ ഒന്ന് വായിച്ച് നോക്കാം.
അവിടെയാണ് ആ പല്ലവി തീരുന്നത്. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറ് പൂക്കാടം അഴകിൻ പാൽക്കടല മുരയിൽ മലയിൽ നമുക്ക് തുഴയാനം വിളിത്തോയി മുരയിൽ മലയിൽ നമുക്ക് തുഴയാനം തോണി തുഴഞ്ഞു തുഴഞ്ഞതെന്നാൽ നമുക്ക് തുഴഞ്ഞതെന്നാൽ നമുക്ക് മുല്ലപ്പൂങ്കാവല്ല തുമ്പപ്പൂങ്കാവ് തുമ്പപ്പൂങ്കാവ് പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറ് പൂപ്പാടം അഴകിൻ പാൽക്കടല. ഇതിൻ്റെ അടുത്ത ഭാഗത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഇരമത്തൂർ സുരേഷ് തരിക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ.